നരസിംഹമൂർത്തി. ഹൈന്ദവ പുരാണപ്രകാരം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിലെ 4ാമത്തെ ഉഗ്ര അവതാരമാണ് നരസിംഹമൂർത്തി. ഭക്തസംരക്ഷണത്തിനു വേണ്ടി സഭാസ്തംഭത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവാണ് നരസിംഹമൂർത്തി. അക്ഷരാർത്ഥത്തിൽ മനുഷ്യസിംഹം, നരസിംഹം, സംസ്കൃതത്തിൽ നൃസിംഹം എന്നും അറിയപ്പെടുന്നു. അദ്ദേഹം ഭാഗിക സിംഹമായും ഭാഗിക മനുഷ്യനായും അവതാരമെടുത്ത് ഹിരണ്യകശിപുവിനെ വധിച്ചു. ഭൂമിയിലെ മതപരമായ പീഡനങ്ങളും ദുരന്തങ്ങളും അവസാനിപ്പിച്ചു. ധർമ്മം പുനഃസ്ഥാപിച്ചു. നരസിംഹത്തിന് 3 കണ്ണുകളുണ്ട്. വൈശാഖ പുണ്യമാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തിയായി ആഘോഷിക്കുന്നത്. നരസിംഹാവതാര ദിവസമായ ഈ ദിവസം നരസിംഹ ക്ഷേത്രങ്ങളിലും മഹാവിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും നരസിംഹ ജയന്തി ഏറെ വിശേഷപ്പെട്ട ദിവസമായി ആഘോഷിക്കുന്നു. ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാനും ദുഷ്ടനായ ഹിരണ്യകശിപുവിനെ കൊല്ലാനുമായി അവതാരമെടുത്തതാണ് നരസിംഹമൂർത്തി. ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയെ കണ്ട് സകല ദേവീ ദേവന്മാരും ഭയന്നു വിറച്ചു. വിഷ്ണുവിൻ്റെ പരമഭക്തനും 5 വയസ്സുള്ള ബാലനുമായ പ്രഹ്ലാദൻ സ്തുതിച്ചതോടെ നരസിംഹമൂർത്തിയുടെ കോപത്തിന് അല്പം കുറവ് വന്നു. ലക്ഷ്മി സമേതനായി പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു. ഈ സങ്കല്പമാണ് ലക്ഷ്മി നരസിംഹമൂർത്തി. മഹാവിഷ്ണു കൃതയുഗത്തിൽ 4 അവതാരങ്ങൾ എടുത്തു. അതിൽ അവസാനത്തെ അവതാരമാണ് നരസിംഹം. മഹാവിഷ്ണുവിനെ ശാന്തസ്വരൂപനായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ നരസിംഹം ഉഗ്രമൂർത്തിയായാണ് കണക്കാക്കുന്നത്. ഭയം, ശത്രുപീഡ, രോഗം, ദാരിദ്ര്യം, പേടി, സ്വപ്നം തുടങ്ങിയ കടുത്ത ദുരിതങ്ങളിൽ നിന്ന് മുക്തിക്കായി ഉഗ്ര നരസിംഹത്തെ വിശ്വാസികൾ ആരാധിക്കുന്നു. നരസിംഹമൂർത്തിയെ ആരാധിച്ചാൽ ശത്രുക്കളുടെ വീര്യവും ഉപദ്രവവും ഇല്ലാതാകുമെന്ന വിശ്വാസം നിലനിൽക്കുന്നു. ലക്ഷ്മി ദേവിയോടൊപ്പം ചേർത്ത് ലക്ഷ്മി നരസിംഹമൂർത്തി എന്ന ഭാവത്തിൽ ആരാധിക്കുന്നത് സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുകയും ദാരിദ്ര്യനാശം വരുത്തുകയും ചെയ്യും എന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രഹ്ലാദനെ രക്ഷിക്കുവാനും ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനുമായി മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്തുവെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. സഹോദരനായ ഹിരണ്യാക്ഷൻ്റെ വധത്തെ തുടർന്ന് ഹിരണ്യകശിപു ക്രോധാവിഷ്ടനായി. ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലരുത്, ആയുധങ്ങൾ കൊണ്ട് തന്നെ കൊല്ലരുത്, രാവോ പകലോ തന്നെ കൊല്ലരുത്, ഭൂമിയിലോ ആകാശത്തോ പാതാളത്തോ വെച്ച് തന്നെ കൊല്ലരുത് എന്ന രീതിയിലെ തൻ്റെ മരണം ആകാവൂ എന്ന വരം നേടിയെടുത്തു. ഇതിനിടയിൽ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായ കയാധു ഗർഭിണിയായി. സുന്ദരിയായ കയാധുവിനെ കണ്ടു മയങ്ങിയ ദേവേന്ദ്രൻ അവളെ ബന്ദിയാക്കി ഹിരണ്യകശിപുവിനോട് പകവീട്ടാൻ ശ്രമിച്ചെങ്കിലും നാരദ മഹർഷിയുടെ ആവശ്യപ്രകാരം അവളെ വിട്ടയച്ചു. തുടർന്നു കയാധുവിനെ തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മഹർഷി അവൾക്ക് വിഷ്ണു കഥകൾ ധാരാളം പറഞ്ഞുകൊടുത്തു. ആശ്രമത്തിൽ വെച്ച് തന്നെ കയാധു പ്രഹ്ലാദന് ജന്മം നൽകി. മാതൃഗർഭത്തിൽ ഇരിക്കെ തന്നെ വിഷ്ണു കീർത്തനങ്ങളും മറ്റും കേൾക്കാനിടയായ പ്രഹ്ലാദൻ ബാല്യം മുതലേ തികഞ്ഞ വിഷ്ണു ഭക്തനായി. വളർന്നപ്പോൾ ഗുരുകുലത്തിൽ പഠിക്കാൻ പോയ പ്രഹ്ലാദൻ ഗുരുവടക്കം അവിടെയുള്ളവരെയും തികഞ്ഞ വിഷ്ണു ഭക്തനാക്കി മാറ്റി. ഇതിനിടയിൽ ഹിരണ്യകശിപു തൻ്റെ രാജ്യത്തെ വിഷ്ണു പൂജ നിരോധിച്ചു. ആരും വിഷ്ണുവിനെ പൂജിക്കരുതെന്നും തന്നെ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ എന്നും ഹിരണ്യകശിപു ആജ്ഞാപിച്ചു. നിയമം ലംഘിച്ച നിരവധി പേർ വധശിക്ഷയ്ക്ക് വിധേയരായി. ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ തൻ്റെ പുത്രൻ ശത്രുവിനെ ഭജിക്കുന്നത് അസഹനീയമായി തോന്നിയ ഹിരണ്യകശിപു അവനെ വധിക്കാൻ പല രീതിയിലും ശ്രമിച്ചു. കൊക്കയിലും കടലിലും വലിച്ചെറിഞ്ഞു, പാമ്പിനു തിന്നാൻ കൊടുത്തും ഒക്കെ വധശ്രമം നടത്തി. എന്നാൽ ഭഗവത് കൃപ മൂലം തദവസരങ്ങളിലെല്ലാം അവൻ രക്ഷപ്പെട്ടു. ഇത് ഹിരണ്യകശിപുവിനെ പൂർവാധികം കോപിഷ്ഠനാക്കി. അയാൾ തൻ്റെ സഹോദരിയായ ഹോളികയെ അതിനായി വിളിച്ചു കൊണ്ടുവന്നു. ശരീരം ഒരിക്കലും അഗ്നിയിൽ ദഹിപ്പിച്ചു പോകില്ല എന്ന വരം ഹോളിക ബ്രഹ്മാവിൽ നിന്നും കരസ്ഥമാക്കിയിരുന്നു. ഇതറിയാമായിരുന്ന ഹിരണ്യകശിപു തന്മൂലം പ്രഹ്ലാദനെ തീ കൊടുത്തു കൊല്ലാനാണ് തീരുമാനിച്ചത്. വിറക് ശേഖരിച്ച് കൊളുത്താനായി തീയും കൊണ്ടുവന്ന ശേഷം പ്രഹ്ലാദിനെയും ഹോളികയെയും വിറകിനുള്ളിൽ കിടത്തി. തുടർന്ന് ഹിരണ്യകശിപു തീ കൊളുത്തി. എന്നാൽ പ്രഹ്ലാദൻ വീണ്ടും രക്ഷപ്പെടുകയും ഹോളികയുടെ വരം നിഷ്ഫലം ആകുകയും അവൾ തീയിൽ വെന്തുമരിക്കുകയും ചെയ്തു. തുടർന്ന് പൂർവാധികം കോപിഷ്ഠനായ ഹിരണ്യകശിപു ഒരു ദിവസം സന്ധ്യയ്ക്ക് എവിടെ നിന്റെ ഭഗവാൻ എന്ന ചോദ്യം പ്രഹ്ലാദനോട് ചോദിച്ചു. ഭഗവാൻ തൂണിലും തുരുമ്പിലും സർവ്വതിലുമുണ്ട് എന്ന് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു. ഇതു കേട്ടപാടെ കോപാക്രാന്തനായ ഹിരണ്യകശിപു അടുത്തു കണ്ട ഒരു തൂൺ കാണിച്ച് ഇതിലും നിന്റെ ഭഗവാൻ ഉണ്ടോ എന്ന് അഹന്തയോടെ മകനോട് ചോദിച്ചു. ഉടൻ തന്നെ ദേഷ്യത്തിൽ തൻ്റെ ഗദ കൊണ്ട് തൂണ് അടിച്ചു തകർത്തു. ആ നിമിഷം ഉഗ്രരൂപനായ നരസിംഹമായി വിഷ്ണു ഭഗവാൻ പുറത്തു ചാടി. വരത്തിൽ പറഞ്ഞതുപോലെ പകലും രാത്രിയും അല്ലാത്ത സന്ധ്യാസമയത്തായിരുന്നു നരസിംഹ അവതാരം. സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുണ്ടായിരുന്ന നരസിംഹം തന്മൂലം
മനുഷ്യനോ ദേവനോ മൃഗമോ ഒന്നുമല്ലായിരുന്നു. ഹിരണ്യകശിപുവിനെ എടുത്തുകൊണ്ടുപോയ ഭഗവാൻ അയാളെ തൻ്റെ മടിയിൽ കിടത്തി കയ്യിലെ നഖങ്ങൾ ഉപയോഗിച്ച് മാറുകീറി പിളർത്തി കൊന്നു. കൊട്ടാരത്തിൻ്റെ ഉമ്മറപ്പടിയിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ വരത്തിൻ്റെ മറ്റു നിബന്ധനകളും പാലിക്കപ്പെട്ടു. ഹിരണ്യകശിപുവിനെ വധിച്ചിട്ടും കോപമടങ്ങാതെ നിന്ന ഭഗവാൻ പ്രഹ്ലാദന്റെ സ്തുതിഗീതങ്ങൾ കേട്ട് ശാന്തരൂപനായി അവനെ അനുഗ്രഹിച്ച ശേഷം അപ്രത്യക്ഷനായി. ദിക്കുകളെല്ലാം ഞെട്ടിവിറയ്ക്കുന്ന രീതിയിൽ അട്ടഹാസത്തോടുകൂടി നരസിംഹാവതാരം സംഭവിക്കുകയും സന്ധ്യയ്ക്ക് തൻ്റെ മടിയിൽ കിടത്തി നഖങ്ങൾ കൊണ്ട് മനുഷ്യനോ മൃഗമോ അല്ലാത്ത നരസിംഹം ഹിരണ്യകശിപുവിൻ്റെ വധം നടത്തുകയും ചെയ്തു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഭക്തരെ ദുരിതക്കടലിൽ നിന്ന് മോചിപ്പിക്കാൻ ഏതോ ഉപായത്തിലൂടെയും ഭഗവാൻ എത്തിച്ചേരുമെന്ന സന്ദേശമാണ് ഇതിലുള്ളത്. ഭഗവാൻ വിഷ്ണു നരസിംഹാവതാരം എടുത്ത ദിവസം ഭാരതത്തിലെ ഹിന്ദുക്കൾ നരസിംഹ ജയന്തിയായി ആചരിച്ചു വരുന്നു. അതാണ് നരസിംഹ ജയന്തി. പ്രാർത്ഥനാ ശ്ലോകം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം വിശദോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ഇത് ദിവസവും ജപിക്കുന്നത് ഭയത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും മോചനം നൽകുമെന്നാണ് വിശ്വാസം. നരസിംഹസ്വാമിയുടെ പ്രധാന വഴിപാടുകൾ: താമരമാല ധനസമൃദ്ധിക്ക് വേണ്ടി, നെയ്വിളക്ക് ആയുർബലത്തിന്, അഷ്ടോത്തരം ഐശ്വര്യത്തിന്, സഹസ്രനാമാർച്ചന കാര്യസിദ്ധിക്ക്, ചുവന്ന ഉടയാട സമർപ്പണം ഭാഗ്യം തെളിയാൻ, ചുവന്ന മാല ആഭിചാര ദോഷശാന്തി, രക്തപുഷ്പാഞ്ജലി ശത്രുദോഷ ശാന്തിക്ക്. ഇത്രയുമാണ് നരസിംഹസ്വാമിയുടെ പ്രധാന വഴിപാടുകൾ.